കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഹാർമണി വോയാജ് മൈത്രി യാത്ര മഹല്ല് പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രയാണം ആരംഭിക്കുകയാണ്. കൂളിമാട് മുസ്ലിം ജമാഅത്ത് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ഹാർമണി വോയാജിന് പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന് ഫലവൃക്ഷത്തൈ നൽകിക്കൊണ്ട് സമാരംഭം കുറിച്ചു. കൂളിമാട് മഹല്ല് കമ്മിറ്റി മഹല്ല് ശാക്തീകരണത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ പദ്ധതിയാണ് ക്രസ്റ്റ് കൂളിമാട് എന്നൊരു പദ്ധതി. അതിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അതിൻ്റെ പ്രധാനമായ ഒരു പ്രൊജക്റ്റ് നിലക്ക് മഹലിൽ മുഴുവൻ വീടുകളിലും വൃക്ഷത്തൈകൾ കൊടുത്തുകൊണ്ട് അവർക്ക് പരിസ്ഥിതി ബോധവൽക്കരണവും അതുപോലെ ഫലങ്ങൾ കായ്പ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രചോദനം നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നൊരു കമ്മ്യൂണൽ ഹാർമണി വോയേജ് എന്ന പേരിൽ നമ്മുടെ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത ആളുകളുടെ ഒക്കെ വീടുകളിലും അതുപോലെ ക്ഷേത്രത്തിൻ്റെയും ചർച്ചുകളുടെയും ഒക്കെ പരിസരത്ത് കൊണ്ടുപോയി വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു ചടങ്ങ് കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മഹലിലെ എല്ലാ വീടുകളിലും ഇതുവരെ വൃക്ഷങ്ങൾ നട്ടു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഭാഗമായി ഹാർമണി വോയേജിൻ്റെ ഭാഗമായി ഇന്ന് പാണക്കാട് ഞങ്ങളുടെ കൊടപ്പനക്കൽ തറവാട്ടിൽ മഹല്ല് ഭാരവാഹികൾ ബഹുമാനപ്പെട്ട ഖാദർ മാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഇതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇത് അവസാനിക്കുന്നില്ല. ഇത് കൂളിമാടിൻ്റെ ഈയൊരു സൗഹൃദ സന്ദേശം കേരളത്തിലുടനീളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന യജ്ഞം ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഹാർമണി വോയേജ് എന്ന് പറയുമ്പോൾ ഹാർമണിക്ക് വേണ്ടി എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഹാർമണിയെ നിലനിർത്തുന്നതിന് വേണ്ടി പല സൗഹൃദ സദസ്സുകൾ നടത്തുന്ന കാലഘട്ടമാണ്. അതിൻ്റെ മറ്റൊരു മേഖല ഇത്തരം മേഖലകളിൽ അതിൻ്റെ ഏതൊക്കെ സോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ. അപ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി എല്ലാവരുടേതുമാണ്. എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിസ്ഥിതി മേഖലയിലൊക്കെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ നൽകപ്പെടുന്നത്. മൈത്രി യാത്രയുടെ ഭാഗമായി ചൂലൂർ അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിനും മാവൂർ ക്രിസ്തുരാജ ദേവാലയത്തിനും ഫലവൃക്ഷത്തൈകൾ കൈമാറി. മതമൈത്രിയുടെ സന്ദേശവുമായി കൂളിമാട് മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്ത ഈ മാനീയ ദൗത്യത്തിന് ഞാൻ ആദ്യമായി അവരെ പ്രശംസിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്മുടെ ക്ഷേത്രമായതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഈ വളരെ ഒരു സംരംഭം കുറിക്കാൻ വേണ്ടി അരീക്കുളം ദേവീക്ഷേത്രം തിരഞ്ഞെടുത്തു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി അതിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ എൻ്റെ കമ്മിറ്റി മെമ്പർമാരെല്ലാവരും എൻ്റെ അടുത്തുണ്ട്. അവിടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും എല്ലാവിധ തരത്തിലുള്ള കർമ്മങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് ശമിശിഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരും പറഞ്ഞ് പല രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭവം വന്നതിന് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇന്നലെ തോമസ് കുട്ടി ചേട്ടൻ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് വളരെ സന്തോഷം. കാരണം ഇങ്ങനെയൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മരം വെച്ച് പിടിപ്പിക്കുന്നതിൽ മാത്രമല്ല മനുഷ്യൻ്റെ ഉള്ളിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ പള്ളിയിൽ വന്നപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സന്തോഷവും സ്നേഹവും ഒരുമിച്ച് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. മതങ്ങൾ കേവലം ആചാരാനുഷ്ഠാനങ്ങളുടെ നിർവഹണം മാത്രമല്ലെന്നും സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ആദാന പ്രദാനങ്ങളും അനിവാര്യമാണെന്ന് കാണിക്കുന്ന പ്രവർത്തനമാണ് കൂളിമാട് മഹല്ല് കമ്മിറ്റി നടത്തുന്നത്. മാവൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ഫാദർ ജിൻഡോ മച്ചുക്കുഴിയിൽ ഫലവൃക്ഷത്തൈ ഏറ്റുവാങ്ങി. മഹല്ല് ജമാഅത്ത് കഴിഞ്ഞ 31-ാം തീയതി ആരംഭിച്ച പരിസ്ഥിതി വാരാചരണത്തിൻ്റെ സമാപന ചടങ്ങിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 2 വർഷമായി ഫ്രൂട്ട് ട്രീ മിഷൻ എന്ന പേരിൽ ഫലമുള്ള നാളേക്കായി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂളിമാട് ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും ഫലവൃക്ഷങ്ങൾ ഹൈബ്രിഡ് തൈകൾ വെക്കുകയും ഈ പരിസ്ഥിതി വാരാചരണത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ ആ ഫലങ്ങൾ കംപ്ലീറ്റ് ശേഖരിച്ച് ഒരു സമൂഹ ഫലഭോജനം നടത്തിക്കൊണ്ടാണ് ഞങ്ങളിത് ആരംഭിച്ചത്. ഇതിൻ്റെ സമാപനം കമ്മ്യൂണൽ
ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് ഫോർ കമ്മ്യൂണൽ ഹാർമണി എന്ന ഒരു പുതിയ സ്ലോഗൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാർമണി ട്രീ നൽകിക്കൊണ്ടുള്ള ഒരു മൈത്രി യാത്രയായിട്ടാണ്, ഒരു ഹാർമണി വോയേജ് ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ മതമൈത്രിയുടെ ഹാർമണിയുടെ തറവാട് എന്ന് അറിയപ്പെടുന്ന പാണക്കാട്ട് തറവാട്ടിൽ നിന്ന് ആരംഭിച്ച് മാവൂർ ക്രിസ്തുരാജ ചർച്ചിലും ഈ അരീക്കുളങ്ങര ക്ഷേത്രവും അവിടെയൊക്കെ ഞങ്ങളുടെ ഹാർമണി ട്രീ നട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുന്നത്. ഇന്നത്തെ നാളെ ബലിപെരുന്നാൾ സുദിനം കൂടിയാണ്. ഈ ബലിപെരുന്നാൾ ഈ അർത്ഥത്തിലുള്ള ഒരു മതമൈത്രിയുടെ ഒരു പെരുന്നാളായിട്ട് ആഘോഷിക്കണം, ആചരിക്കണമെന്ന ഞങ്ങളുടെ മഹല്ല് നേതൃത്വത്തിൻ്റെ ആഗ്രഹമാണ് ഇവിടെ പൂവണിയുന്നത്. ഈ മഹല്ല് ക്രസ്റ്റ് കുഴിമാളിൻ്റെ നേതൃത്വത്തിലുള്ള ഇതേപോലെയുള്ള ഒരു സ്നേഹയാത്ര, ആ സ്നേഹയാത്രക്ക് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലായാലും അതേപോലെ ഇവിടെ ചർച്ചിലായാലും നല്ല സ്വീകരണമാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണത്തിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുകയാണ്. അക്രിം ജാറക്ക വലവുക്കാന കാഫിറ, നിൻ്റെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവൻ നീ ബഹുമാനിക്കുക എന്ന സന്ദേശമാണ് മഹാനായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും സ്നേഹിക്കണമെന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും. എല്ലാ നിലക്കും മാനസികമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത്. ഒരു സ്നേഹ സന്ദേശ യാത്രയാണ്. പ്രത്യേകിച്ചും ഞങ്ങളിത് ലക്ഷ്യം വെക്കുന്നത് ഹരിതവൽക്കരണം എന്നതിനേക്കാൾ ഏറെ മതവിശ്വാസികൾ തമ്മിൽ കലഹിക്കേണ്ടവരല്ല, സംഘർഷത്തിലിടപെടേണ്ട ആളുകളല്ല, പരസ്പരം വിശ്വാസികൾ ഒന്നിക്കേണ്ടവരാണ്, ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, എല്ലാം സുഖദുഃഖങ്ങളും ഒരുപോലെ പങ്കുവെക്കേണ്ടവരാണ് എന്ന ഒരു സന്ദേശമാണ് ഈ കാലത്ത്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അരീക്കുളങ്ങര ക്ഷേത്രം. ഇവിടെ വെച്ച് തന്നെ ഈ യാത്ര ആരംഭിക്കുന്നത് അതിൽ വലിയ ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകാനുണ്ട്. ഇതിന് പുറകെ കേരളത്തിലെ പൊതുസമൂഹവും അതുപോലെ രാജ്യത്തെ പൊതുസമൂഹമൊക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു തറവാടാണ്, കുടുംബമാണ് പാണക്കാട് കുടുംബം. ആളുകൾക്ക് സന്ദേശം മാത്രം, സൗഹൃദം മാത്രം സംഭാവന ചെയ്യുന്ന, കൈമാറുന്ന ഒരു വലിയ തറവാട്. ആ തറവാട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം വരുന്നത് മാവൂരിലെ ക്രിസ്ത്യൻ ദേവാലയത്തിലേക്കാണ്. അപ്പോൾ ഇത് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ ചെറുതാണെങ്കിലും സമൂഹത്തോട് വിളിച്ചു പറയുന്നത് വലിയൊരു സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാം ഒരുമിക്കണം, ഒന്നിക്കണം, ഒരുപോലെ ജീവിക്കണം, ജ്യേഷ്ഠാനുജന്മാരെ പോലെ സഹോദരങ്ങളെ പോലെ ഒരുപോലെ കഴിഞ്ഞുകൂടണം എന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മഹല്ല് പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്റർ, ഖത്തീബ് ഷെരീഫ് ഹുസൈൻ ഹുദവി, ക്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ കെ ടി നാസർ, കൺവീനർ അയ്യൂബ്, വാർഡ് മെമ്പർ റഫീഖ്, കുഞ്ഞോയി എ കെ ഷുക്കൂർ, കെ മജീദ് മാസ്റ്റർ, പരിസ്ഥിതി പ്രവർത്തകരായ മുക്കം ഗ്രീൻ ഗാർഡൻ ഉടമ ഹുസൻ, മാവൂർ കെ വി ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ മൈത്രി യാത്രയിൽ ഉടനീളം പങ്കെടുത്തു. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. 4-Wish mattress for healthy sleep.